ഞാൻ വിളിച്ച താൻ ഇറങ്ങി വരുമോ? വിവേക് എനിക്കയച്ച വാട്സാപ്പ് മെസ്സേജ് മൊബൈലിൻ്റെ സ്ക്രീനിൽ കണ്ടതും ഞാനതിന് സമയം പാഴാക്കാതെ തന്നെ റിപ്ലൈ ടൈപ്പ് ചെയ്തു. അതെന്താ വിവേക്, നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലേ? നീ വിളിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ ഇറങ്ങി വരും. എനിക്ക് മടുത്തു ഈ ശ്വാസം മുട്ടിയുള്ള ജീവിതം. ഇനിയും എന്നോട് സ്നേഹമില്ലാത്ത ഒരാളുടെ ഭാര്യയായി കഴിയാൻ എനിക്ക് വയ്യ. ഒക്കെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കും. ഇന്ന് രാത്രി 2 മണിക്ക് ശേഷം വീടിൻ്റെ പുറകിലുള്ള മതിലിൻ്റെ സൈഡിൽ നീ കാറുമായി കാത്തുനിന്നാൽ മതി. ഞാൻ ഇറങ്ങി വരാം. അവനുള്ള റിപ്ലൈ സെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ കുറ്റബോധം തോന്നിയിരുന്നില്ല. ഫേസ്ബുക്ക് മുഖേനയാണ് ഞാനും വിവേകും പരിചയപ്പെട്ടത്. ഒരിക്കലൊരു എഴുത്തുകൂട്ടായ്മയുടെ സംഗമത്തിലൂടെയാണ് ഞാൻ അവനെ നേരിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ എഴുത്തുകളാണ് ഞങ്ങളെ തമ്മിൽ പരസ്പരം അടുപ്പിച്ചത്. മുരടനായ എൻ്റെ ഭർത്താവിനെ പോലെയായിരുന്നില്ല വിവേക്. എന്നോട് വളരെ സ്നേഹത്തിലാണവൻ പെരുമാറിയിരുന്നത്. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി മാറി. ഞങ്ങളുടെ ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറാൻ അധികം താമസം വന്നില്ല. ഇപ്പോൾ അവനില്ലാതെ ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവനോടൊപ്പമുള്ള ഒരു ജീവിതം സാധ്യമാകണേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അന്ന് പതിവിലും നേരത്തെ സുരേഷേട്ടൻ വീട്ടിൽ വന്നു. പതിവിന് വിപരീതമായി എനിക്കൊരു മസാലദോശയും മേടിച്ചുകൊണ്ടാണ് ആൾ വന്നത്. മസാലദോശ എൻ്റെ നേരെ നീട്ടിയ ശേഷം ചൂടാറും മുൻപ് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. എന്താണെന്നറിയില്ല, അന്നേരം എനിക്കെന്തോ വല്ലായ്ക തോന്നി. ഞാൻ പോയാൽ സുരേഷേട്ടൻ എങ്ങനെയാകും പ്രതികരിക്കുക എന്നോർത്തപ്പോൾ എനിക്ക് മനസ്സിൽ ഒരാശങ്ക തോന്നിയിരുന്നു. എന്തായാലും എന്നോട് വലിയ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാത്ത മനുഷ്യൻ ഇത്രയൊക്കെ പ്രതികരിക്കൂ എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ആ ചൂട് മസാലദോശ പ്ലേറ്റിലിട്ട് കഴിച്ചെന്ന് വരുത്തിയ ശേഷം എണീറ്റ് പോയി ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് ടേബിളിൽ കൊണ്ടുവച്ചു. അല്പം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കിടന്ന തുണികൾ പെറുക്കി അകത്ത് കൊണ്ടുവച്ച ശേഷം ഞാൻ സീരിയൽ കാണാനായിരുന്നു. എൻ്റെ മുന്നിലൂടെ 2-3 വട്ടം പോയ സുരേഷേട്ടനെ ഞാൻ മനഃപൂർവ്വം അവഗണിച്ചു. രാത്രി ഞാനൊന്നും തന്നെ കഴിച്ചില്ല. 10:30 കഴിഞ്ഞപ്പോൾ TV ഓഫ് ചെയ്ത് ഞാൻ കിടക്കാനായി മുറിയിലേക്ക് പോയി. സുരേഷേട്ടൻ ഉറങ്ങിയിരുന്നില്ല. ഞാൻ പതിവ് പോലെ കട്ടിലിൻ്റെ ഒരു വശത്തായി ചെന്ന് കിടന്നു. എന്താ, ഉറങ്ങുന്നില്ലേ? ആ മനുഷ്യൻ എൻ്റെ നേരെ തലയുയർത്തി ചോദിച്ചു. ഉറങ്ങാൻ പോകുക, ഞാൻ മറുപടി പറഞ്ഞു. ആൾ എൻ്റെ നേരെ നോക്കിത്തന്നെ കിടന്ന് സാവധാനം കണ്ണുകളടച്ചു. ഞാൻ തലയിണയുടെ അടിയിൽ വെച്ചിരുന്ന മൊബൈലെടുത്ത് വിവേകിന് മെസ്സേജ് അയച്ചു. മറക്കരുത്, 2 മണി. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാൻ നേരം നിനക്ക് മെസ്സേജ് അയക്കാം. അന്നേരം നീ കാർ സ്റ്റാർട്ടാക്കി നിന്നോ. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓക്കെ എന്നുള്ള റിപ്ലൈ വന്നു. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഒച്ചയുണ്ടാക്കാതെ അടുത്ത മുറിയിലേക്ക് എണീറ്റ് പോയി. കട്ടിലിൻ്റെ അടിയിൽ ഉടുപ്പുകൾ വെച്ചിരുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ടേബിളിൽ വെച്ച ശേഷം അലമാരയിൽ നിന്നും ഒരു ചുരിദാർ എടുത്തിട്ടു. സമയം 1:30 വിവേക് പുറത്തു വന്ന് കാണുമെന്ന് എനിക്കുറപ്പായിരുന്നു. ഞാൻ ബെഡ്റൂമിൽ ചെന്ന് സുരേഷേട്ടൻ ഉറങ്ങിയോ എന്ന് എത്തി നോക്കി. ആളങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമായിരുന്നു. ഉറങ്ങിക്കാണും, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ വരുവാട്ടോ. വിവേകിന് ഞാൻ വാട്സാപ്പ് മെസ്സേജ് അയച്ചു. അകത്ത് അധികം റേഞ്ച് ഇല്ലാത്ത കാരണം അത് ഡെലിവേർഡ് ആയില്ല. പുറത്തിറങ്ങുമ്പോൾ ആയിക്കോളും എന്ന് ഞാൻ മനസ്സിൽ കരുതി. ഞാൻ ഒച്ചയുണ്ടാക്കാതെ അടുക്കളവാതിൽ തുറന്ന് പുറത്തിറങ്ങി. മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. പുറകുവശത്തെ മതിൽ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. മതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ പുറത്ത് കാറിലിരുന്ന് വിവേക് ആരോടോ ഒച്ച താഴ്ത്തി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായി ഞാൻ കാതോർത്തു. നീ എന്തിനാ ഏതു നേരവും ഇങ്ങോട്ട് വിളിക്കുന്നത്? അവൾ 2 മണിയാകുമ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവളുടെ മെസ്സേജൊന്നും കണ്ടില്ല. എന്തായാലും നീ വീടൊക്കെ സെറ്റാക്കി വെച്ചോ. 1 മാസം നമുക്ക് പൊളിക്കാനുള്ള മുതലുണ്ട്. അവൾക്ക് സംശയത്തിനുള്ള യാതൊരു പഴുതും കൊടുക്കരുത്. കഷ്ടപ്പെട്ട് ഒപ്പിച്ച മുതലാണ് അളിയ. അതുകൊണ്ട് ഞാൻ ഫോണ് കട്ട് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വിളിക്കാതെ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. അപ്പോൾ ശരി, ഓക്കെ, പറഞ്ഞ പോലെ. മതിലിൻ്റെ അപ്പുറത്ത് നിന്നും ഒച്ചയൊന്നും കേൾക്കാതായപ്പോൾ അവൻ ഫോൺ കട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞതെല്ലാം കേട്ട ശേഷം കാലിൻ്റെ പെരുവിരലിൽ നിന്നും ഒരു തരിപ്പ് എന്നിലേക്ക് ഇരച്ചു കയറി. വീഴാതിരിക്കാൻ ഞാൻ മതിലിൽ കൈകൊണ്ട് പിടിച്ചു നിന്നു. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. ഫേസ്ബുക്കിലെ ചതികളെപ്പറ്റി എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നെങ്കിലും അതിൽ പോയി ഞാനും പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. വിവേക് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, അവൻ്റെ സ്നേഹം സത്യമായിരുന്നില്ല. അവനെൻ്റെ ശരീരം മാത്രം മതിയായിരുന്നു. ശ്വാസത്തിൻ്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഞാൻ എൻ്റെ വായ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ദൈവമേ, ഒരല്പം ഞാൻ വൈകിയിരുന്നെങ്കിൽ എനിക്കിത് കേൾക്കാൻ പറ്റുമായിരുന്നോ?
അവനെ വിശ്വസിച്ച് ഞാൻ കൂടെ പോകില്ലായിരുന്നു. എനിക്കെൻ്റെ കൈയും കാലും വിറച്ചു. ഒടുക്കം ധൈര്യം വീണ്ടെടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഒച്ചയുണ്ടാക്കാതെ അടുക്കളവാതിൽ തുറന്നകത്തു കയറി ഫ്രിഡ്ജിൽ നിന്നും ഒരു ഗ്ലാസ് തണുത്ത വെള്ളമെടുത്ത് കുടിച്ച ശേഷം തറയിലേക്ക് ഊർന്നിരുന്നു. ബാഗിൽ നിന്നും മൊബൈൽ എടുത്ത ശേഷം അവൻ്റെ മൊബൈലിൽ നേരത്തെ അയച്ച ഡെലിവേർഡ് ആകാത്ത മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അല്പസമയം കഴിഞ്ഞ ശേഷം തറയിലിരുന്ന ബാഗ് ഞാൻ മുറിയിൽ കൊണ്ടുവച്ചു. ഇട്ടിരുന്ന ചുരിദാർ മാറ്റി ഞാൻ നേരത്തെ ധരിച്ച നൈറ്റി എടുത്തിട്ടു. പിന്നീടൊന്നും സംഭവിക്കാത്ത പോലെ ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. സുരേഷേട്ടൻ ബെഡ് ലാമ്പിട്ട് എന്തോ ഇരുന്ന് എഴുതുന്നു. ദൈവമേ, ഞാൻ ഇറങ്ങിപ്പോയത് ആ മനുഷ്യൻ അറിഞ്ഞു കാണുമോ? ആളീ നട്ടപ്പാതിരയ്ക്ക് എന്തായിരിക്കും ഇരുന്ന് എഴുതുന്നത്? ഞാൻ ധൈര്യം സംഭരിച്ച് മുറിയിലെ ലൈറ്റിട്ടു. സുരേഷേട്ടാ, ഞാൻ ആ മനുഷ്യനെ പതറുന്ന ശബ്ദത്തോടെ വിളിച്ചു. എൻ്റെ ശബ്ദം കേട്ടതും ആ മനുഷ്യൻ മേശയുടെ മുകളിലേക്ക് കമിഴ്ന്നു കിടന്നു. ഞാൻ വെപ്രാളപ്പെട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. എൻ്റെ കണ്ണുകൾ ആ എഴുത്തിലേക്ക് ഉടക്കി. ഞാനത് വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിട്ടുപോയിരിക്കുന്നു. അവളില്ലാത്ത ഒരു ജീവിതം എനിക്കിനി വേണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന് സുരേഷ്. സുരേഷേട്ടാ, ഞാൻ അലറി വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ കാലിലേക്ക് വീണു. എനിക്ക് കരച്ചിൽ വരുന്നതല്ലാതെ ഒരു വാക്കുപോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ കണ്ടിട്ടാവണം ആ മനുഷ്യൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ ശേഷം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒക്കെ അറിയാമായിരുന്നല്ലേ? എന്നിട്ടെന്തേ എന്നെ തടഞ്ഞില്ല? പറയൂ. ദേഷ്യം വന്നപ്പോൾ ഒരടിയെങ്കിലും എനിക്ക് തരാമായിരുന്നില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഒക്കെ അറിഞ്ഞിട്ടും പോകരുതെന്ന് പറഞ്ഞെന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിലക്കിയില്ല? വാക്കുകൾ കിട്ടാതെ ഞാൻ വിതുമ്പി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ആള് പറഞ്ഞു, ഒക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് സുമേ. നിനക്കെന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ നീ വേറൊരുത്തൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചത്? നിന്റെ സന്തോഷം അതാണെങ്കിൽ നീ പോയി സന്തോഷിക്കട്ടെ എന്ന് കരുതി. ഓഹോ, ഭാര്യയെ കാമുകൻ്റെ കൂടെ സന്തോഷിച്ച് ജീവിക്കാൻ വിട്ട ശേഷം നിരാശനായി ആത്മഹത്യ ചെയ്യുന്ന ഭർത്താവ്. കൊള്ളാം. ഞാൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ആട്ടെ, നിങ്ങൾ എന്തിനാണ് വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയ എനിക്ക് വേണ്ടി ചാകാൻ പോയത്? എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല സുമേ. നീയില്ലാത്ത വീടെനിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഞാൻ കൈകൾ ഉയർത്തി ആ മനുഷ്യൻ്റെ മുഖത്തും ശരീരത്തും തലങ്ങും വിലങ്ങും അടിച്ചു. സുമേ, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിർത്തൂ. ആ മനുഷ്യനെൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച ശേഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിങ്ങൾക്കെന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്തേ അതെന്നോട് നിങ്ങൾ പ്രകടിപ്പിച്ചില്ല? ഒരിക്കലെങ്കിലും സ്നേഹത്തോടെ നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? കുറേ കാശ് കൊണ്ടെൻ്റെ കയ്യിൽ തരും. ഞാനുണ്ടാക്കുന്നതെല്ലാം ഒന്നും മിണ്ടാതെ വന്നിരുന്ന് കഴിക്കും. അത് കഴിഞ്ഞ് എണീറ്റു പോകും. രാത്രികളിൽ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി നിങ്ങൾ മാറിക്കിടക്കും. ഇതായിരുന്നോ നിങ്ങൾക്കെന്നോടുണ്ടായിരുന്ന സ്നേഹം? ഒരു സിനിമയ്ക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് നാളെത്രയായെന്ന് വല്ല ഓർമ്മയുമുണ്ടോ? വണ്ടിക്കൂലിക്ക് കാശ് തരുന്നതല്ലാതെ ആ ബൈക്കിന് പുറകിൽ എന്നെ ഒന്ന് കയറ്റിയിട്ടുണ്ടോ നിങ്ങൾ? രാവിലെ എണീക്കുന്നു, നിങ്ങൾ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. അതല്ലാതെ നീ വല്ലതും കഴിച്ചോ? നിനക്കിവിടെ സുഖമാണോ എന്നൊരു വാക്ക് നിങ്ങളെന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ വേറൊരുത്തൻ്റെ കൂടെ പോകുവാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് മസാലദോശയുമായി വന്നിരിക്കുന്നു. ഈ മസാലദോശ നിങ്ങൾ ആദ്യം എനിക്ക് തന്നിരുന്നെങ്കിൽ, അതിൻ്റെ കൂടെ അല്പം സ്നേഹം എൻ്റെ നേരെ നീട്ടിയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് പകരം എൻ്റെ മനസ്സിൽ വേറൊരാൾ കയറിക്കൂടുമായിരുന്നോ? പറയൂ. അല്പനേരം തലകുനിച്ച് നിന്ന ശേഷം ആ മനുഷ്യൻ എൻ്റെ നേരെ നോക്കി പറഞ്ഞു. സുമേ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് നിന്നോട് മനസ്സ് തുറക്കാൻ സാധിച്ചില്ല. നിന്നെക്കാൾ കാണാൻ ഭംഗിക്കുറവുള്ള എന്നോട് നിനക്കിഷ്ടമില്ലായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. നീ എന്നെ അവഗണിക്കുന്നത് പോലെയാണ് എനിക്കും തോന്നിയത്. ഞാൻ നിന്നോട് അകൽച്ച കാണിച്ചപ്പോൾ നീ അതിനെ ഒന്ന് ചോദ്യം ചെയ്തതുപോലുമില്ല. ഞാൻ നിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ ജീവനില്ലാത്ത ശരീരം പോലെയാണ് നീ കിടന്നു തന്നത്. ഞാൻ നിന്നെ തൊടുന്നത് നിനക്കിഷ്ടമില്ലേ എന്ന് പോലും ഞാൻ സംശയിച്ചു. നിന്റെ മൊബൈലിൽ വിവേക് എന്ന് പറയുന്ന വ്യക്തി അയച്ച മെസ്സേജ് അവിചാരിതമായി കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി. നിന്നോട് അതിനെപ്പറ്റി ചോദിക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ഗൾഫിലെ ജോലി പോയതല്ല, നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ട് പോന്നതാണ് സുമേ. അതും കൂടി കേട്ടതോടെ എൻ്റെ സമനില തെറ്റി. എൻ്റെ മനുഷ്യ, നിങ്ങളെന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്നറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ അല്ലാതെ മറ്റൊരു പുരുഷനെപ്പറ്റി ഞാൻ ചിന്തിക്കുക കൂടിയില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സൗന്ദര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ നിങ്ങളെ അവോയ്ഡ് ചെയ്തതെന്ന്. ഒരിക്കലുമല്ല. ഞാനങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങളെന്നെ ഒഴിവാക്കുന്നത് കണ്ടപ്പോൾ
നിങ്ങൾക്കെന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാകുമെന്നാണ് ഞാനും കരുതിയത്. അത് തുറന്നു ചോദിക്കാനുള്ള ധൈര്യം എനിക്കും ഇല്ലാതെ പോയി. അതെൻ്റെ തെറ്റ്. എന്നാലും പരസ്പരമൊന്ന് തുറന്നു സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഒന്നും രണ്ടുമല്ല, വിലയേറിയ നമ്മുടെ 5 വർഷമാണ് വെറുതെ പോയത്. ഒറ്റയ്ക്കായി പോയെന്ന് കരുതിയ എൻ്റെ നേർക്കൊരാൾ സ്നേഹം വെച്ച് നീട്ടിയപ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞുപോയി. തെറ്റാണ് ഞാൻ ചെയ്തത്. എന്തു ചെയ്യാം, പറ്റിപ്പോയി. ചോരയും നീരുമുള്ള മനുഷ്യനായിപ്പോയില്ലേ. കുറ്റബോധം താങ്ങാനാകാതെ ഞാൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ച ശേഷം ഞാൻ പറഞ്ഞു, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല സുരേഷേട്ടാ. നിങ്ങൾ കെട്ടിയ താലിയും കഴുത്തിലിട്ടോണ്ട് മനസ്സുകൊണ്ട് വേറൊരാളെ വരിച്ചവളാണ് ഞാൻ. എൻ്റെ നല്ല സമയമായതുകൊണ്ട് അവനൊരു വൃത്തികെട്ടവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ചതിയിൽ ചാടാതെ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലോ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ ഞാൻ ചത്തുകിടന്നേനെ. ഞാൻ കൈകൾ കൊണ്ടെൻ്റെ കണ്ണുകൾ പൊത്തി. സുമേ, ഞാൻ പറയട്ടെ? വേണ്ട സുരേഷേട്ടാ, നിങ്ങളിനി ഒന്നും പറയണ്ട. ഇനി നിങ്ങളെന്നെ തടയരുത്. എനിക്ക് മനസ്സിൽ നല്ല കുറ്റബോധമുണ്ട്. ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. ഒരു വഞ്ചകിയായി എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. സുമേ, അങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കാതെ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. കഴിഞ്ഞതൊക്കെ നീ മറക്കാൻ ശ്രമിക്കോ. ഈശ്വരൻ്റെ കൃപയാൽ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അബദ്ധത്തിൽ പറ്റിയൊരു തെറ്റ്, അതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും ആപത്തൊന്നും കൂടാതെ നീ തിരിച്ചു വന്നില്ലേ. ഇനിയും വൈകിയിട്ടില്ല സുമേ. നിനക്ക് പോകാതിരുന്നൂടെ? ഒക്കെ പരസ്പരം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ? എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേണമിടോ തന്നെ. അത്രയ്ക്കും തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൂടി കേട്ടപ്പോൾ വീണ്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പോട്ടെ, സാരമില്ല. ആ മനുഷ്യൻ എൻ്റെ കണ്ണുനീർ തുടച്ചു. എൻ്റെ നേർക്ക് വെച്ച് നീട്ടിയ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കായില്ല. എനിക്ക് കുറച്ച് സമയം വേണം സുരേഷേട്ടാ. ആയിക്കോ, പക്ഷേ അധികം വൈകരുത്. ഒരുപാട് കാത്തിരിക്കാൻ എനിക്കാവില്ല സുമേ. ശരിയെന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. എല്ലാം പറഞ്ഞ് ധാരണയാക്കിയതിന് ശേഷം മുറിയിലെ ലൈറ്റ് ഓഫാക്കി കട്ടിലിൻ്റെ ഇരുവശത്തുമായി പുതിയൊരു ജീവിതവും കാത്ത് ഞങ്ങൾ കിടക്കുമ്പോൾ പുറത്ത് കാറിൽ ഇതൊന്നും അറിയാതെ ഞാൻ ഇറങ്ങിച്ചെല്ലുന്നതും സ്വപ്നം കണ്ട് ഇരിക്കുകയാണ് വിവേക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.